ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ഹരിത രഞ്ജിത്തിൻ്റെ മുഖംമൂടി വലിച്ചൂരുകയാണ് കേട്ടോ. ഹരിത പറയുന്നുണ്ടല്ലോ, നിൻ്റെ ഈ ഒരു പേടിയുണ്ടല്ലോ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യൂ എന്നൊക്കെ ഹരിത പറയുന്നുണ്ടല്ലോ. ആ സമയം രഞ്ജിത്ത് പറയാണ്, ഇല്ല ഒരു കള്ളത്തരവും ഇല്ല എന്ന് ഒരു എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ ഇവരുടെ വിവാഹം നടക്കുകയാണ് കേട്ടോ. അതായത് വേദയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹം നടക്കുകയാണ്. ആ സമയം നല്ല പേടിയുണ്ട്. ഓരോ ദിവസവും ഓരോന്നായിട്ട്, അതായത് ഓരോ ഈ പറയുന്ന നന്ദിനി ഓരോ കാര്യങ്ങൾ, ഓരോ തെളിവുകൾ ഇങ്ങനെ രഞ്ജിത്തിനെതിരായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം തൻ്റെ ഉള്ളിൽ വലിയൊരു ടെൻഷൻ തന്നെ രഞ്ജിത്തിന് വന്നു തുടങ്ങുകയാണ്. കാരണം താൻ പിടിക്കപ്പെടും എന്നുള്ള ആ അവസ്ഥയിലോട്ട് രഞ്ജിത്ത് എത്തുമ്പോൾ രഞ്ജിത്തിന് പേടിയായി തുടങ്ങിയിട്ടോ. അങ്ങനെ രഞ്ജിത്ത് താൻ പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ പല വെപ്രാളം കൊണ്ട് പല തെളിവുകളും നന്ദിനിയുടെ കയ്യിൽ കിട്ടുകയാണ്. അത് കയ്യിൽ കിട്ടുന്നതിനോടുകൂടി എല്ലാത്തിനും ഒരു ഹൃതിയായി എന്ന് മനസ്സിലാവുകയാണ്. അപ്പോഴാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് കേട്ടോ. വിവാഹം താലികെട്ട്, അതായത് നന്ദിനിയുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് പത്മ വിളിച്ചും കൊണ്ട് താലികെട്ട് നടക്കുകയാണ്. ആ താലികെട്ട് നടക്കുന്ന സമയത്താണ് ഹിമയെ കൊന്നത് രഞ്ജിത്താണെന്നുള്ള സത്യം നന്ദിനി തെളിവ് സഹിതം CCTV ദൃശ്യം, അതുപോലെ ഈ ഹിമ മരിക്കുമ്പോൾ അവിടെ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, വേദ നീ ഒരിക്കലും ഇവനെ പോലെ ഒരു ഫ്രോഡിനെ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അത് അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അയ്യോ, അത് കാണുന്ന വേദ ആകെ സമനില തെറ്റിപ്പോവുകയാണ്. ഇനി വേദ നല്ലൊരു പെൺകുട്ടിയാവാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ വേദ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് രഞ്ജിത്തിനെ പോലീസ് പിടിക്കപ്പെടുകയാണ്. ആ പോലീസ് പിടിക്കപ്പെടുമെന്ന് രഞ്ജിത്ത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് എന്ത് ചെയ്യുന്നു, പിന്നെ വേദയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ രഞ്ജിത്ത് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ആദ്യം വേദയെ കൊല്ലാൻ വേണ്ടി നോക്കൂ കേട്ടോ. പക്ഷേ വേദയെ കൊല്ലാൻ നന്ദിനി സമ്മതിക്കില്ല. ഗണ്ണൊരൊറ്റ തട്ടുന്നതിനോട് കൂടി നന്ദിനിയുടെ നെഞ്ചിലോട്ടാണ് നിറയൊഴിയുന്നത്. നിറ വീഴുന്നതിനോട് കൂടിയിട്ട് നന്ദിനിയെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ സമയം രഞ്ജിത്ത് അവിടെ കുറച്ച് ഗുണ്ടകളാക്കിയിട്ടുണ്ടാവും. അവർ ഈ വേദയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ആരും അറിയില്ല. നന്ദിനിക്ക് വെടിയേറ്റത് കൊണ്ട് തന്നെ എല്ലാവരും നന്ദിനിക്ക് പിറകെ പോയിരിക്കുകയാണ്. എല്ലാവരും നന്ദിനിക്ക് മരണം സംഭവിച്ചു എന്ന് പേടിയിൽ എല്ലാവരും പൊട്ടിക്കരയാണ്. ഈ പറയുന്ന പത്മയും ഇന്ദ്രജയും ഒക്കെ ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായി പോവുകയാണ്. സ്വന്തം ജീവൻ പണയം വെച്ച് നന്ദിനി വേദയെ രക്ഷിച്ചല്ലോ, ആ ഒരു ഇതിലെല്ലാവരും അങ്ങോട്ടേക്ക് ഓടുകയാണ് കേട്ടോ. ആ സമയം വേദ മിസ്സിങ്ങിലാണ്. പിന്നീട് ഇവർ നന്ദിനിയെ ആംബുലൻസിൽ കൊണ്ടുപോയതിന് ശേഷമാണ് വേദയെ നോക്കുന്നത്. പക്ഷെ വേദയെ കാണുന്നില്ല. ഇവരുടെയൊക്കെ ഉള്ളിൽ ടെൻഷനായി തുടങ്ങുകയാണ്. ഇവർക്കൊക്കെ ആകെ പേടിയായി തുടങ്ങുകയാണ്. വേദ എങ്ങോട്ട് പോയി എന്നുള്ള ആ ചോദ്യചിഹ്നമാകുകയാണ്. പക്ഷേ വേദയെ തട്ടിക്കൊണ്ടു പോകുന്നത് ഹരിത പിറകെ പോവുകയാണ്. ഹരിത ആരാണ് വേദയെ കൊണ്ടുപോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഹരിത പിറകെ പോകുമ്പോൾ തൻ്റെ ഏട്ടനാണ് ഇതിന് പിറകിൽ കളിച്ചതെന്നുള്ള സത്യം ഹരിത മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഹരിത വേദയെ തട്ടിക്കൊണ്ടു പോകുന്ന ആ സ്ഥലത്തെത്തി വേദയെ രക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ നോക്കുകയാണ്. അങ്ങനെ ഇവനാണെങ്കിലോ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഇവനക്ക് അവിടെ ഒരാളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ ഡീറ്റെയിൽസും ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒരു കോൺസ്റ്റബിൾ ഈ പറയുന്ന രഞ്ജിത്തിനെ അറിയിച്ചും കൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നീട് ഹരിത രക്ഷിക്കാനായി വേദയുടെ അടുത്തെത്തുകയാണ്. അപ്പോൾ ഹരിത രക്ഷിക്കാനായി വേദയുടെ അടുത്തെത്തിയിട്ട് വേദയോട് പറയുകയാണ്, എൻ്റെ ഏട്ടൻ ഇത്ര വലിയ ഫ്രോഡാണെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയോ ഞാനോ അതുപോലെ തന്നെ ആരും കുറ്റക്കാരെ അല്ല, അവൻ ഇത്രയും ഫ്രോഡാണ്. അത് കേൾക്കുന്ന വേദ പറയുകയാണ്, നീ കള്ളത്തരം പറയരുത്, നിങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വന്നത് ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണെന്ന് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ കൂടുതലായി സംസാരിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ചൂടാവുകയാണ് കേട്ടോ ഹരിത. ആ സമയം വേദ പറയണേ, ഇല്ല വേദയോട് വേദ ഇത് പറയുമ്പോൾ ഹരിത പറയണേ, ഇല്ല ഒരിക്കലും നിന്നെ ഞങ്ങൾ ചതിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അറിയില്ല ഇവന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്, ഇവനൊരു ചെറിയ സൈക്കോ ആണെന്നുള്ള ഇപ്പോഴാണ് ഞാനും പോലും അറിയുന്നത്. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്.
നീ എൻ്റെ കൂടെ വാ എന്ന് പറയണേ. ആ സമയം വേദ പറയണേ, വിടടി എന്നെ, നീ നിൻ്റെ ഏട്ടനും കൂടി ഇനി എന്നെ കൊല്ലാൻ കൊണ്ടുപോകുമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി LKG മുതൽ ഇതുവരെ പഠിച്ച ഞാനും അവളും ഇപ്പോൾ ഇന്ന് അവൾക്ക് ഞാൻ കാരണമല്ലേ എൻ്റെ വിവാഹത്തോടു കൂടിയല്ലേ നിൻ്റെ ഏട്ടനെ കൊന്നത്. അതും എൻ്റെ മാനം നിൻ്റെ ഏട്ടൻ ഫോണിലൂടെ കാണുന്നത് കണ്ടപ്പോഴല്ലേ അവൾ പ്രതികരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെയുള്ള എൻ്റെ കൂട്ടുകാരിയെ എനിക്ക് സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ചൂടാവുകയാണ്. അപ്പോൾ ഈ സമയം ഹരിത പറയണേ, ദയവ് ചെയ്ത് നീ വാ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന വേദയെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വേദയെ രക്ഷിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് വേദയുടെ ഈ അതായത് ആങ്ങളാക്കിയ രഞ്ജിത്താക്കിയ ഗുണ്ടകൾ പറയണേ, വേദ നീ ഇതിലിടപെടണ്ട, നിൻ്റെ ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ തട്ടിക്കൊണ്ടു പോകുന്നത്, നീ നിൻ്റെ പണി നോക്കി പോയിക്കോ. ഇല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവളെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും, എൻ്റെ ഏട്ടനോട് പറഞ്ഞേക്കെ എന്ന് പറയാണ്. ആ സമയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് രഞ്ജിത്ത് ഇവരുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ വേദയോട് സംസാരിക്കുകയാണ്, വേദ നീ പോയിക്കോ, നീ അവിടെ നിൽക്കണ്ട, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട. ഇല്ല ഏട്ടാ, ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അവളെ ഇനി നിനക്ക് കിട്ടത്തില്ല, നീ എന്തായാലും ഇനി അവളെ വിവാഹം കഴിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പത്മ മേഡം അതിന് സമ്മതിക്കത്തില്ല, അതുകൊണ്ട് പത്മാൻ്റെ അതിന് സമ്മതിക്കില്ല, നീ വിട്ടേക്ക്, നീ ഒരു ഇത്രയും വലിയ ഫ്രോഡാണെന്ന് ഒരിക്കലും അറിഞ്ഞില്ല, ഇതിപ്പോൾ എനിക്കും അമ്മക്കും ഒക്കെ പേരുദോഷമാണ് നീ കാരണം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ആ സമയം ഈ ദേഷ്യപ്പെടൽ ഒട്ടും തന്നെ അംഗീകരിക്കാൻ രഞ്ജിത്തിന് കഴിയില്ല. അപ്പോൾ രഞ്ജിത്ത് പറയണേ, അതെ നീ ഞങ്ങൾക്കൊരു തടസ്സമായി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നീ എന്താടാ എന്നെ കൊല്ലുമെന്ന് ഫോണിൽ അപ്പോഴേക്കും രഞ്ജിത്ത് ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ തീർച്ചയായും നിന്നെ ഞങ്ങൾ കൊന്നിരിക്കുമെന്ന് പറഞ്ഞാൽ കൊന്നു. എന്നാൽ അതൊന്ന് കാണട്ടെ, ഞാൻ ഇവളെ രക്ഷിക്കാമെന്ന് വാക്ക് വേദക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ തെറ്റ് തിരുത്തേണ്ട കടമ എനിക്കാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും, ഞാനത് തിരുത്തുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വേദയെ രക്ഷിക്കുന്ന സമയത്ത് അവളെ അങ്ങ് തീർത്തേക്ക് എന്ന് രഞ്ജിത്തിൻ്റെ ഗുണ്ടയോട് പറയുകയാണ്. അങ്ങനെ അവർ ആ ഒരു പണി ചെയ്യുകയും ചെയ്യാണ് കേട്ടോ. ഹരിതയെ കൊല്ലുകയാണ്. ഇതേ സമയം ഇവരെല്ലാവരും ഹരിതയെ കാണുന്നില്ല. നന്ദിനിയാണെങ്കിലോ ഹോസ്പിറ്റലിൽ, വേദയാണെങ്കിൽ എവിടെ പോയി എന്നറിയില്ല. എല്ലാവരും പോലീസിൽ ഓരോരുത്തരായി കേസ് കൊടുക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ വേദ എവിടെ, ഹരിത എവിടെ ചോദ്യചിഹ്നമാവുന്നു. ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ തെറ്റുന്നു. അതായത് പത്മയും ഉദയനും തമ്മിൽ തെറ്റുകയാണ്. ഇല്ലാത്ത അത് ഈ ഗംഗ ഇടപെടുകയാണ്. ഗംഗ പറയും, ഇല്ലാക്കഥ പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ മകനെ മനഃപൂർവ്വം കുടുക്കിയിരിക്കുകയാണ്, നിൻ്റെ മകളെയും കാണാനില്ല, നിങ്ങളുടെ 2 മക്കളെയും ഇത് മനഃപൂർവ്വം പത്മ ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് വിശ്വസിച്ച് പോവുകയാണ് കേട്ടോ. ആ സമയം എല്ലാവരും മുന്നിൽ ശത്രുവായി കാണുകയാണ് വന്ദനയാണ് കാണുന്നത്, അതായത് ഉദയൻ്റെ ഭാര്യ. അപ്പോൾ ഉദയൻ പറയുന്നുണ്ട്, എൻ്റെ പത്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, നിങ്ങളുടെ അനിയത്തിയെ വിശ്വസിച്ചോ, എൻ്റെ 2 മക്കളാണ് എനിക്ക് നഷ്ടമായിരിക്കുന്നത്, ഒരു മകൻ ജയിലിൽ, ഒരു മകൾ എവിടെയെന്ന് എനിക്ക് പോലും അറിയില്ല, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം വന്ദന. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ സത്യം അറിയുന്നത്. ഒരു ഡെഡ് ബോഡി അവിടെ വന്നു കൂടിയിട്ടുണ്ടെന്നുള്ള സത്യം ഒരു കാടിൻ്റെ സൈഡിലായിരിക്കും. അങ്ങനെ ഇവരെല്ലാവരും ഓടിച്ചെല്ലുകയാണ്. വന്ദനയും പത്മയും നന്ദിനിയും സൂര്യയും ഒക്കെ ഓടിച്ചെല്ലുകയാണ് കേട്ടോ. അവരെയൊക്കെ ഞെട്ടിപ്പിച്ച ആ കാഴ്ച ഹരിതയായിരിക്കും. ഹരിത ഒരു സൈഡിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്, അവിടെ മുഖം മൃതമായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഞെട്ടിപ്പോവാണ്. അയ്യോ എൻ്റെ മോളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൊട്ടി കരയാണ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് രഞ്ജിത്ത് തന്നെ ആയിരിക്കും. രഞ്ജിത്ത് വേദയെ രക്ഷിക്കാൻ ഹരിത നോക്കിയതിൽ ഹരിതയെ കൊന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കഥയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ അത് കുറേ എപ്പിസോഡുകൾക്ക് ശേഷമാണ്. അങ്ങനെ ഇനി ഹരിത മരിക്കുന്നുണ്ട്. ഹരിതയെ കൊല്ലാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ടിസ്റ്റ് വരുമെന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ ആ എപ്പിസോഡ് ഇതുവരെ റീമേക്കിൽ കാണിച്ചിട്ടില്ല. ഇപ്പോൾ റീമേക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേദ നല്ലൊരു മനുഷ്യനായി നന്ദിനിയോട് പെരുമാറുന്ന ഒരു രീതിയാണ് കേട്ടോ. അത് കണ്ടിട്ട് പത്മക്ക് സഹിക്കാൻ പറ്റാത്ത ആ ഒരു എപ്പിസോഡൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്.